വിസ നൽകിയത് പഠിക്കാനാണെന്നും സാമൂഹിക പ്രവർത്തനത്തിനല്ലെന്നും നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് അമേരിക്ക. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ആണ് ഇക്കാര്യത്തിൽ ഭരണകൂടത്തിന്റെ കർശന നിലപാട് വ്യക്തമാക്കിയത്. വിദ്യാഭ്യാസത്തിന് അമേരിക്കയിലെത്തുന്ന വിദേശ വിദ്യാർത്ഥികൾ വിസ നിബന്ധനകൾ പാലിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. തുർക്കിയിൽ നിന്നുള്ള വിദ്യാർത്ഥിനിയുടെ വിസ റദ്ദാക്കിയതിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. സ്റ്റുഡൻസ് വിസ നൽകുന്നത് പഠിക്കാനാണെന്നും അല്ലാതെ സാമൂഹിക പ്രവർത്തനത്തിനല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഹമാസിനെ പിന്തുണച്ചുവെന്നാരോപിച്ച് തുർക്കിയിൽ നിന്നുള്ള റുമേയ ഓസ്റ്റർക്കെ എന്ന വിദ്യാർത്ഥിനിയുടെ വിസ റദ്ദാക്കി നാട്ടിലേക്ക് തിരിച്ചയക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അമേരിക്കൻ ഭരണകൂടം. ടഫ്റ്റ്സ് സർവകലാശാലയിലെ PhD വിദ്യാർത്ഥിനിയാണ് ഓസ്റ്റർക്ക. എന്നാൽ ഇവരെ നാട് കടത്താനുള്ള തീരുമാനത്തെ ഫെഡറൽ കോടതി താൽക്കാലികമായി തടഞ്ഞിട്ടുണ്ട്. അമേരിക്ക വിസ നൽകുന്നത് പഠിക്കാനും ബിരുദം നേടാനുമാണ്, അല്ലാതെ നമ്മുടെ സർവകലാശാലകളെ കീറിമുറിക്കുന്ന സാമൂഹിക പ്രവർത്തനത്തിനല്ലെന്നും അതിനാൽ അവരുടെ വിസ റദ്ദാക്കേണ്ടി വന്നെന്നും മാർക്കോ റൂബിയോ കൂട്ടിച്ചേർത്തു. പലസ്തീൻ അനുകൂല പ്രക്ഷോഭത്തിന്റെ പേരിൽ ഒട്ടേറെ വിദേശ വിദ്യാർത്ഥികളെ ഫെഡറൽ ഏജൻസികൾ കസ്റ്റഡിയിലെടുത്തിരുന്നു. അതിൽ ഇന്ത്യൻ വിദ്യാർത്ഥികളുമുണ്ട്. പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്തതിനെ തുടർന്ന് വിസ റദ്ദാക്കപ്പെട്ട കൊളംബിയ സർവകലാശാലയിലെ ഇന്ത്യൻ ഗവേഷക വിദ്യാർത്ഥിനി രഞ്ജിനി ശ്രീനിവാസൻ സ്വമേധയാ നാട്ടിലേക്ക് മടങ്ങിയിരുന്നു. നാട്ടിലേക്ക് മടങ്ങുന്ന വിദ്യാർത്ഥിനിയുടെ വിമാനത്താവളത്തിൽ നിന്നുള്ള ദൃശ്യങ്ങൾ US ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി ക്രിസ്റ്റി നോയും സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. കൊളംബിയ സർവകലാശാല ക്യാമ്പസിൽ നടന്ന പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയതിന് മഹ്മൂദ് ഖലീൽ എന്ന പൂർവ്വ വിദ്യാർത്ഥി US അറസ്റ്റിലായിരുന്നു. ഇയാളുടെ ഗ്രീൻ കാർഡും അധികൃതർ റദ്ദാക്കി. ലേഖ കോർഡിയ എന്ന വിദ്യാർത്ഥിനിയും പലസ്തീൻ അനുകൂല പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്തതിന് US അറസ്റ്റിലായിട്ടുണ്ട്.